ഇന്നത്തെ പരിപാടി എന്താണെന്നറിയോ? ഇതാ മാങ്ങയൊക്കെ ഇരിക്കുന്നു. ഇത് എല്ലാം ഓരോ രീതിയിൽ റെഡിയാക്കി എടുക്കണം. അപ്പം ഇന്ന് നമുക്ക് കുറച്ച് മാങ്ങാപ്പൊടിക്കുള്ള മാങ്ങ അരിഞ്ഞ് ഉണങ്ങണം. വെയിൽ കുറവാണ്, അതുകൊണ്ട് തന്നെ ഡ്രയറിലിട്ട് ഉണങ്ങാം. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാവേ. എല്ലാവരും ചെയ്യുന്നതായിരിക്കും, പക്ഷേ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്തു വെച്ചോ. ഇച്ചിരി മഴക്കാലത്തൊക്കെ മാങ്ങ ഇല്ലാത്ത സമയത്ത് ചക്കക്കുരു മാങ്ങയും ചാറ് വയ്ക്കുമ്പോൾ മാങ്ങയില്ലാതെ ഇച്ചിരി മാങ്ങാപ്പൊടി ചേർത്ത് കൊടുക്കാം. മീൻ പീര വെക്കുമ്പം നമുക്ക് മാങ്ങയ്ക്ക് പകരം പൊടി ചേർക്കാം. നോർത്ത് ഇന്ത്യൻ ഡിഷുകളിലെല്ലാം അവർ മാങ്ങാപ്പൊടി ചേർക്കാറുണ്ട്. അപ്പം എനിക്ക് ആദ്യം അറിയില്ലായിരുന്നു. ഞാൻ അവിടുന്ന് തന്നെ പഞ്ചാബിൽ നിന്ന് ആൻറ്റി കൊണ്ടു തരുമായിരുന്നു. പിന്നെയാണ് ആൻറ്റി പറഞ്ഞത് ഇങ്ങനെ നമുക്ക് ഉണ്ടാക്കി വയ്ക്കാമെന്ന് പറഞ്ഞപ്പോൾ അതല്ലേ നമുക്ക് ഇഷ്ടം പോലെ മാങ്ങയുള്ള സമയത്ത് അതല്ലേ ഏറ്റവും എളുപ്പം. അപ്പോൾ അതാ നോക്കിയേ, മാങ്ങ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ പച്ച മാങ്ങ പറിച്ചിട്ട് ഇതാ ഇങ്ങനെ തൊലിയൊക്കെ കളയുക. ഞാനിപ്പം ഒരു മാങ്ങ ഇങ്ങനെ അരിഞ്ഞ് കാണിക്കുക. എനിക്കിനി ഇത് പകുതിയോളം എടുത്ത് ഇങ്ങനെ ആക്കണം. പിന്നെ ഇതെല്ലാം ചെറിയ ഒരു ഇതുപോലും മാങ്ങാണ്ടിയിലുണ്ടെങ്കിൽ അതെല്ലാം ഇങ്ങനെ എടുക്കണം കേട്ടോ, ഉണങ്ങാനല്ലേ. അപ്പോൾ അതുകൊണ്ട് ഷേപ്പൊന്നും നിർബന്ധമില്ലല്ലോ. അപ്പം മാങ്ങാണ്ടിയിലുള്ള പീസൊക്കെ ഇങ്ങനെ ചെത്തി എടുക്കണം കേട്ടോ, കളയേണ്ടതൊന്നും. ചിലവർ ഈ തൊലി അടക്കം ഉണങ്ങുവേ. ഞാൻ പക്ഷേ തൊലി കളഞ്ഞിട്ടാണ്, കളറ് മാറ്റം വരുവേ. ഇതുപോലെ ഇങ്ങനെ അരിയാം. ഡ്രയറിലായതുകൊണ്ട് ഇങ്ങനെ അരിയാം. വെയിലില്ലാത്തതുകൊണ്ട്, വെയിലത്താണെങ്കിൽ കുറച്ചും കൂടെ കനം കുറച്ച് നമുക്ക് അരിഞ്ഞെടുത്താൽ മതി. നല്ല കിലുകിലാന്ന് ഉണങ്ങി കിട്ടും കേട്ടോ. ഉണങ്ങി കഴിഞ്ഞിട്ട് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഇതുപോലെ ഞാൻ എല്ലാ മാങ്ങയും എടുത്ത് ഉണങ്ങി വയ്ക്കട്ടെ, അത് അരിഞ്ഞ് വയ്ക്കട്ടെ. ഇതുപോലെ ഇങ്ങനെ അരിഞ്ഞെടുക്കണം കേട്ടോ. അതിന് ശേഷം ഉണങ്ങിയതിന് ശേഷം പൊടിച്ച് കാണിച്ചു തരാം. വീട്ടിൽ ഒത്തിരി മാങ്ങ ഉള്ളവരാണെങ്കിലേ മാങ്ങ ഒക്കെ വെയിലുള്ളപ്പം വെട്ടി വെയിലത്ത് വയ്ക്കാം. എന്നിട്ട് ഉണങ്ങി നമുക്ക് അടമാങ്ങ അച്ചാറിടാം. അല്ലെങ്കിൽ ഇതുപോലെ നിങ്ങൾ അരിഞ്ഞ് ഉണങ്ങി, ഇതൊക്കെ നല്ല പോലെ മാർക്കറ്റിൽ വിലയുള്ള സാധനങ്ങളാണ് കേട്ടോ. കൂടുതൽ മാങ്ങയുള്ളവർ ആണെങ്കിൽ ഇതുപോലെ അരിഞ്ഞുണങ്ങി മാർക്കറ്റ് ചെയ്താലും നല്ലതാണ്. ഇത് നല്ല സാധനമല്ലേ, നിങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാകുമ്പോൾ. അപ്പം അതുകൊണ്ട് സമയമൊക്കെ ഇഷ്ടം പോലെ ഉള്ളവർ ഇതൊക്കെ ചെയ്ത് വയ്ക്കണം കേട്ടോ.